ഞാനിപ്പോൾ ഇവിടെ കണ്ട ഒരു കാഴ്ച വെച്ചാൽ 101 കലങ്ങളാണെന്നാണ് പറഞ്ഞത് അല്ലേ. 101 കലങ്ങളിലോളമായിട്ട് ഇവിടെ പൊങ്കാല നൈവേദ്യം അർപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇതിന് മറ്റ് നൈവേദ്യങ്ങളുണ്ടല്ലോ, ഏതാ ഈ തെരളി നിവേദ്യം, പിന്നെ അതുമായി ബന്ധപ്പെട്ട് ശർക്കര, കടുംപായസം, അങ്ങനെ കുറേ കാര്യങ്ങൾ നിവേദ്യത്തിൽ തന്നെ വരുന്നുണ്ട്. നിവേദ്യത്തിൽ തന്നെ പ്രധാനമായിട്ടും ദേവിക്ക് നമ്മൾ അർപ്പിക്കുന്നത് കടുംപായസം, അതുപോലെ പാൽപ്പായസം, വെള്ളച്ചോറ്, തെരളിയപ്പം, മണ്ടപ്പുറ്റ് തുടങ്ങിയവയാണ്. അപ്പം നമുക്ക് ഈ പൊങ്കാല സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു മൺകലങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാ തരത്തിലുള്ള നിവേദ്യങ്ങളും ദേവിക്കായിട്ട് ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 101 കലത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ 101 കലത്തിൽ പൊങ്കാല സമർപ്പിക്കുകയാണ് നമ്മുടെ ദേവു. നമ്മളൊരു നേർച്ചയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇടാം എന്ന് പറഞ്ഞ് ഇടുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ്. തിരുവനന്തപുരത്തെ ആളുകൾ പ്രത്യേകിച്ച് ആദ്യകാല പൊങ്കാല സമയത്ത് ആതിഥേയരാവുകയാണ്. എല്ലാ അർത്ഥത്തിലും താമസമൊരുക്കുന്നു. നമ്മൾ കണ്ടു, കാഴ്ചകളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒരുപാട് പേർക്ക് താമസമൊരുക്കുന്നു, അന്നദാനം ഒരുക്കുന്നു, അവർക്ക് പൊങ്കാല ഇടാൻ സ്ഥലം നൽകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാ വർഷവും ഇവിടെ എല്ലാവരും വന്ന് ഇത്രയും ആൾക്കാർക്ക് സൗകര്യവും എല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഭക്ഷണങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് എല്ലാവർക്കും സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ. എൻ്റെ 2 അമ്മമാരുടെയും കൂടി ഇരുന്ന് പൊങ്കാല അർപ്പിക്കാന്ന് പറയുന്നത് എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു, എനിക്ക് വലിയൊരു ഭാഗ്യമായിരുന്നു. അപ്പോൾ അമ്മയുടെ ആദ്യത്തെ പൊങ്കാലയാണ്, എന്ത് തോന്നുന്നു? എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്. എനിക്ക് നല്ലൊരു അനുഭവം തന്നെയാണ്. എന്താ വെച്ചാൽ ലോകം മുഴുവൻ അറിയുന്ന ഒരു അമ്മയല്ലേ, അമ്മയുടെ മുന്നിൽ വന്ന് പൊങ്കാല ഇടുക പറഞ്ഞാൽ അത് എത്രയും വലിയൊരു സന്തോഷം. അതിന് എനിക്ക് ഭാഗ്യം കിട്ടി ഈ വർഷം. ഇനി അടുത്ത വർഷം സാധിക്കുമെങ്കിൽ വരണമെന്നുണ്ട്. വലിയ സന്തോഷം. അമ്മയ്ക്ക് ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ഒരു അനുഭൂതിയാണ് എനിക്കുണ്ടായത്. ഇനിയും വരുന്ന വർഷങ്ങളിലും എനിക്ക് പൊങ്കാല ഇടാനുള്ള ആയുസ്സും ആരോഗ്യവും അമ്മ തരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. ദൂരദേശങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ പൊങ്കാല അർപ്പിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ പുറത്തുനിന്ന് വരുന്ന ആളുകളെ നമ്മൾ കണ്ടില്ലേ ഇന്ന്. കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവരുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവരുണ്ട്, അതിനും അപ്പുറത്തേക്ക് നിന്നൊക്കെ വരുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അത്രയും ദൂരത്ത് നിന്ന് ആളുകൾ അവരെ എല്ലാ വർഷവും ഈ ഒരു പൊങ്കാല ദിവസത്തിന് ആ ഒരു സമയം നോക്കി കൃത്യമായിട്ട് അമ്പലത്തിൻ്റെ മുൻപിൽ വരിക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വരിക. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട്. ഇതിന് മുമ്പ് പൊങ്കാല ഇട്ടിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ആദ്യത്തെ അനുഭവം. ആദ്യത്തെ പൊങ്കാല അനുഭവം എങ്ങനെയാണ്? അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ട് കുറേ കലകളിൽ പൊങ്കാല സമർപ്പിക്കാൻ പറ്റി. ഇപ്പോൾ എൻ്റേത് കൂടാതെ എനിക്കൊരു 5-6 കലമെങ്കിലും എനിക്ക് കിട്ടി. ഒന്ന് ദേവിക്ക് ഒരിക്കലെങ്കിലും ഒന്ന് പൊങ്കാല ഇടണം എന്നുള്ള അങ്ങനെ ആഗ്രഹത്തിൽ വന്നത്. വേറൊരമ്മ ഇവിടെ നമുക്ക് കാണാം, പയർ പുഴുങ്ങുകയാണ് അല്ലേ. അതൊരു നിവേദ്യമാണ്. എന്തൊക്കെയാണ് ഇവിടെ നിവേദിച്ചിട്ടുള്ളത്? തെരളി, പിന്നെ മണ്ടപ്പുട്ട്, പായസം, അത്രയുണ്ട് വന്നിട്ടുണ്ട്. നമ്മളെ തന്നെ സമർപ്പിച്ച് എല്ലാ രീതിയിലും ദേവീ മഹാത്മ്യം എല്ലാവരിലും നിറയട്ടെ എന്ന് ഈ പൊങ്കാല സമയത്ത് ആശംസിക്കുകയാണ്. ഗോകുൽനാഥിനൊപ്പം ക്യാമറാമാൻ സുജിത്തിനൊപ്പം കാർത്തിക മഠത്തിൽ, മാതൃഭൂമി ന്യൂസ്.